നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വസു, വിളിക്കണ്ട. നീ ഇപ്പൊ ജാനകിയെ വിളിച്ച് എന്തെങ്കിലും ചോദിച്ചത് മോശമായി പോവും. വേണ്ട വസു, അത് വിട്ടേക്ക്. ജാനകി എന്നോട് കാണിച്ചത് മോശമല്ലേ ഏട്ടത്തി? അവളെ ഏട്ടത്തിയെ വിവാഹത്തിന് ക്ഷണിച്ചു. ഗൗതമിനെ ഫോൺ ചെയ്തും പറഞ്ഞു. ഒന്നും വേണ്ട, നേരിട്ട് തന്നെ ക്ഷണിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നെ വിളിച്ചൊന്ന് സംസാരിച്ചപ്പോഴെങ്കിലും എടി മാലിനിയുടെ വിവാഹമാണെന്നൊരു വാക്കെങ്കിലും പറയായിരുന്നല്ലോ. എനിക്കിത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഞാനിത് വിളിച്ച് ചോദിച്ചിരിക്കും. നോക്ക് വസു, നാളെ നേരം വെളുക്കുമ്പോ ഒരു വിവാഹം നടക്കേണ്ട വീടാ അത്. നീ ആയിട്ട് ഇപ്പൊ വിളിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അത് അവർക്കൊരു വിഷമാവും. ചിലപ്പോ നിന്നോട് പറയാൻ വിട്ടുപോയതാവും. അങ്ങനെ വിട്ടുപോകാൻ പാടില്ലല്ലോ. മറന്നു പോകാനും വേണ്ടിയുള്ള ബന്ധം മാത്രമേ ഉള്ളോ ഞാനും ജാനകിയും തമ്മിൽ? ഏടത്തി അങ്ങനെയാണോ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. നമുക്ക് ചോദിക്കാം, പക്ഷെ അതിപ്പോഴല്ല. ഈ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ. നാളെ ഗൗതവും നിധിയും ആ ചടങ്ങിൽ പങ്കെടുക്കും. എന്നെ ആരും അല്ലാത്തവളായിട്ട് മാറ്റി നിർത്തും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഏടത്തി. അയ്യോ വസു, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. ഇപ്പൊ തന്നെ വിളിക്കണമെന്ന് നിനക്കെന്ത് എത്ര വാശി? പ്ലീസ് വസു. ഓക്കെ, സമ്മതിച്ചു. ഞാൻ വിളിക്കുന്നില്ല, പോരെ? മതി, അത് മതി. ശരിയെങ്കിൽ. പക്ഷെ നാളെ നേരം വിളിക്കുമ്പോ ഞാൻ ജാനകിയുടെ വീട്ടിലേക്ക് പോകും. വെറും കൈയോടെയൊന്നും ഞാൻ അവിടെ കയറി ചെല്ലില്ല. കണ്ണിന് പിടിക്കുന്ന നല്ലൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിക്കൊടുക്കും. എന്നിട്ട് കല്യാണ ഫംഗ്ഷനും പങ്കെടുക്കും. ഏത് കല്യാണത്തിന്? ഏത് കല്യാണത്തിനെന്നോ? ഏട്ടത്തി എന്താ അങ്ങനെ ചോദിച്ചത്? മാലിനിയുടെ കല്യാണമാണെന്ന് ഏട്ടത്തി തന്നെയല്ലേ പറഞ്ഞത്? അതിനവിടെ കല്യാണം മണ്ണാങ്കട്ടിയൊന്നുമില്ല. നീ എന്നോട് ക്ഷമിക്കു വസു. ജാനകിയുടെ മോളുടെ കല്യാണാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. വെറുതെ പറഞ്ഞു തന്നോ? അപ്പൊ പിന്നെ ഗൗതമിനെയും നിധിയും കൂടി ഏട്ടത്തി പിന്നെ എവിടേക്കാ പറഞ്ഞു വിട്ടത്? ചോദിച്ചത് കേട്ടില്ലേ? കല്യാണമാണെന്നും പറഞ്ഞ അവരെ എവിടേക്കാ പറഞ്ഞു വിട്ടതെന്ന്. കല്യാണമൊന്നുമില്ലെന്ന് ഗൗതമിനും അറിയാം. അത് പിന്നെ നാളെ ലവ് ലൈൻ റിസോർട്ടിൽ വെച്ച് ഒരു വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ ഉണ്ട്. നിധിയോട് പറയാതെ അവളെയും കൊണ്ട് ഗൗതം ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോവാ. ഒരു സർപ്രൈസ് ആയിട്ട് നിധി അവിടെ കൊണ്ടുപോകണമെന്ന് ഗൗതമിനൊരാഗ്രഹം. അതുകൊണ്ട് ഞാനും ഗൗതമും കൂടി കളിച്ചൊരു നാടകമായിരുന്നു മാലിനിയുടെ കല്യാണം. നിധിയുടെ മുമ്പിൽ വെച്ച് എനിക്കത് നിന്നോട് പറയാൻ പറ്റുമോ? അതുകൊണ്ടപ്പോ നിന്നോടും കല്യാണം എന്നാ പറയാൻ തോന്നിയത്. ഇപ്പൊ ഇവിടെ വെച്ചും ഏട്ടത്തി കല്യാണമെന്ന് തന്നെയല്ലേ പറഞ്ഞത്? ഈ അവസാന നിമിഷമല്ലേ സത്യം പറഞ്ഞത്? അത് നീ പിന്നെ നിധിയോട് എല്ലാം തുറന്നു പറഞ്ഞ സർപ്രൈസ് പൊളിച്ചു കളയുന്നൊരു പേടി. അതുകൊണ്ടാ ഞാൻ സത്യം പറയണ്ടെന്ന് വെച്ചത്. പ്ലീസ് വസു, ദയവ് ചെയ്ത് നിധിയോടൊന്നും പറയരുത്. ഗൗതമിന്റെ ഒരു ആഗ്രഹമല്ലേ, അത് അങ്ങനെ തന്നെ അങ്ങ് നടക്കട്ടെ. ഞാൻ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ പോകുന്നില്ല. എന്താന്ന് വെച്ചാ ആയിക്കോട്ടെ, എനിക്കെന്ത് വേണം? മതി, അത് മതി, അത്രയും മതി. വസു, സോറി കേട്ടോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ പ്രണവിന്. ബിൽഡേഴ്സ് മീറ്റിന് അതിഗംഭീരമായി പെർഫോം ചെയ്തോണം. കൺസ്ട്രക്ഷൻ മേഖലയിലെ പുതിയ താരോദയം എന്ന് വേണം മീഡിയാസ് റിപ്പോർട്ട് ചെയ്യാൻ. അക്കാര്യത്തിൽ എന്റെ പ്രണവിന് എനിക്ക് സംശയമൊന്നുമില്ല ആന്റി. അവസരം കിട്ടാത്തതുകൊണ്ട് മാത്രം ഇന്ന് പ്രണവിന് ഇങ്ങനെ ഒതുങ്ങേണ്ടി വന്നത്. ആന്റി നോക്കിക്കോ, ഗൗതമിനേക്കാൾ ഉയരങ്ങളിലേക്കായിരിക്കും പ്രണവിനി പറക്കാൻ പോകുന്നത്. പ്രണവിന് എന്തു പറ്റി? ഒന്നും പറയുന്നില്ലല്ലോ. ഒന്നുമില്ല ആന്റി. ഈ മൂകതര കാരണമൊക്കെ എനിക്കറിയാം. കുറച്ചു ദിവസം ശിവാനിയെ പിരിഞ്ഞിരിക്കണം എന്നുള്ള വിഷമമുണ്ടല്ലേ? ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ശിവാനി കൂടി ടിക്കറ്റ് എടുത്തു തരുമായിരുന്നല്ലോ. രണ്ടുപേർക്കും ഒരു ജോലി ട്രിപ്പും ആയെന്നെ. ഡൽഹി ചെന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ബാക്കി എന്നെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് തിരിച്ചു വരികയും ചെയ്യായിരുന്നു. അത് സാരമില്ല ആന്റി, ഇത് ജീവിത പ്രശ്നമല്ലേ. ഞാൻ തനിച്ചു വെക്കോളാം. അല്ല, അങ്കിൾ ഇവിടെ കണ്ടില്ലല്ലോ. കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് ഒന്നും ഇതുവരെ കിട്ടിയില്ല. അക്കാര്യത്തിൽ പ്രണവിന് ടെൻഷൻ വേണ്ട.
ഈശ്വരമംഗലം ഗ്രൂപ്പിൽ നിന്ന് എല്ലാ അത്യാവശ്യ ഫയലുകളും എടുക്കാനുള്ള ഏർപ്പാട് CKC ചെയ്തിട്ടുണ്ട്. ആ ദേ അങ്കിളെത്തി. ഈ പെട്ടിയെടുത്ത് അലമാരി കൊണ്ടുവയ്ക്ക്. എന്താ CKC? എന്തു ഞങ്ങളെ ഈ യാത്ര ക്യാൻസൽ ആയി പ്രണവേ. ക്യാൻസൽ ആയെന്നോ? എന്താങ്ങളെ ഓഫീസിൽ ഡോക്യുമെന്റ്സ് ഒന്നും കിട്ടിയില്ലേ? ഡോക്യുമെന്റ്സ് കിട്ടാത്തതല്ല, തൽക്കാലം എടുക്കണ്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞു. എന്താന്ന് വെച്ചാ അങ്കിളൊന്ന് തുറന്നു പറ. ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. കുഴപ്പം നമ്മുടെ ഭാഗത്തല്ല. പക്ഷേ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ബിൽഡേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് മരണപ്പെട്ടു. കോൺഫറൻസ് അത് കാരണം മാറ്റിവെച്ചില്ല. ഓ, അതായിരുന്നോ കാര്യം? CKC വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞു. എന്തിനിറങ്ങിയാലും തടസ്സമാണല്ലോ. അതെ അങ്കിളെ, ഇനിയിപ്പോ കോൺഫറൻസ് നടക്കില്ല അങ്കിളെ. ശരാ, നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കും കുട്ടികളെ. പെട്ടെന്നൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോ തൽക്കാലത്തേക്ക് കോൺഫറൻസ് വേണ്ടെന്ന് വെച്ചോ, അത്രേ ഉള്ളൂ. മറ്റൊരു ദിവസം തീരുമാനിച്ച് അവർ മെയിൽ അയക്കും. അപ്പൊ പോവാം. ഓംപ്രകാശ് വക്കീലിനെ ഒന്ന് കണ്ടാ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇത് വല്ലാത്തൊരു നിരാശയായി പോയങ്ങളെ. ആ നിരാശ മാറാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ട്ടോ, എന്ത് ഗിഫ്റ്റ്? ടണ്ടടേ. ഇതെന്താ CKC? നാളെ ലവ് ലൈൻ റിസോർട്ടിൽ വെച്ച് ഒരു വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ നടക്കുന്നു. അതിലേക്ക് ഇവർക്കുള്ള എൻട്രി പാസ് ആയത്. ആ കണ്ടോ കണ്ടോ, രണ്ടെണ്ണത്തിന്റെ സന്തോഷം കണ്ടോ? നോക്ക്, VIP കപ്പിൾസ് മാത്രം പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ഗെയിം ഷോകളും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒരു ഫുൾ ഡേ സെലിബ്രേഷൻ. എന്റെ മോൾക്കും മരുമകനും എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഒപ്പിച്ചെടുത്തതാ ഈ പാസ്. ലിമിറ്റഡ് എൻട്രി മാത്രമേ ഉള്ളൂ. താങ്ക് യു അങ്കിൾ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് അങ്കിൾ. നാളെ രണ്ടുപേരും കൂടി രാവിലെ തന്നെ അവിടേക്ക് വെക്കും. വാലന്റൈൻസ് ഡേ അങ്ങോട്ട് അടിച്ച് പൊളിക്കുന്നേ. ജ്യോതി, ശിവാനി മോൾ കൊടുത്തോണ്ട് പോകാൻ ഒരു ഉഗ്രൻ ഡ്രസ് സെലക്ട് ചെയ്ത് കൊടുത്തേ. മോളുടെ ഇല്ലെങ്കിൽ നിന്റെയിൽ പൊട്ടിച്ചു പോലും നോക്കാത്ത ഒരുപാടെണ്ണം കാണുമല്ലോ. മോൾക്ക് ഇഷ്ടമുള്ളവരെണ്ണം അതിൽ നിന്ന് എടുത്തു കൊടുത്തേക്ക്. ശോ, അവിടെ അസോസിയേഷൻ പ്രസിഡന്റ് മരിച്ചതാണോ അതോ CKC കൊന്നതാണോ? CK ചന്ദ്രബോസ് തന്റെ ബുദ്ധിയുടെ തോക്കിൻ മുന ഡൽഹി ബിൽഡേഴ്സ് അസോസിയേഷൻ മീറ്റിംഗിൽ നിന്ന് മാറ്റി ഒരു വാലന്റൈൻ സെലിബ്രേഷനിൽ നേർക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ അത് വെറുതെ ആവില്ലല്ലോ CKC. സത്യം പറ, എന്നെ പോലും അറിയിക്കാതെ എന്ത് ചെയ്യാനാ ഉദ്ദേശം? അസോസിയേഷൻ പ്രസിഡന്റിനെ കൊന്നത് ഞാനല്ല. അത് ശരിക്കുള്ള മരണം തന്നെയായിരുന്നു. പെട്ടെന്ന് ഉണ്ടായ ഒരു കാർഡിയാക് അറസ്റ്റ്.